ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ അടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. എൻ്റെ ഇതാ നെറ്റിയൊക്കെ കണ്ടോ, ഈ ഐബ്രോസിൻ്റെ ഇവിടെ നിന്ന് നെറ്റിയുടെയും ചേഞ്ചസ് കണ്ടോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാവലിംഗ് കൂടുതലാണ്. അപ്പോൾ അതിന് സൺസ്ക്രീനൊന്നും ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നന്നായിട്ട് ടാൻ അടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയൊരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും അതിനൊപ്പം തന്നെ നമ്മുടെ ഫേസ് സ്ക്രബും അതുപോലെ തന്നെ ബ്രൈറ്റനിങ്ങിനും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ട്രൈ ചെയ്യാറുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആണ് ഗൈസ്. നമ്മുടെ തക്കാളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തക്കാളി നന്നായി വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൊമാറ്റോ നന്നായി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പഞ്ചസാരയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. ഓക്കെ, ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു സ്ക്രബാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ലിപ്പിലും ചെയ്യാം കേട്ടോ. ലിപ്പ് ഇച്ചിരി ഡാർക്കനായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായി ഈ ഇച്ചിരി കോഫി പൗഡർ നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ലിപ്പിൽ 3ഉം കൂടെ ഒരുമിച്ച് ലിപ്പിൽ ഇങ്ങനെ ഇട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ലിപ്പ് നന്നായി പിങ്ക് ആവും. സോ യു ഗൈസ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. നമ്മൾ നന്നായി നമ്മുടെ പഞ്ചസാരയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫേസിൽ നന്നായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങോട്ട് ചെയ്യാതെ ഇങ്ങനെ 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 ചെയ്യുക. ഓക്കെ, ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസിൽ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നെനിക്കറിയില്ല, ബട്ട് യു ഹാവ് ടു ഡു ദിസ് ലൈക്ക് ദിസ്. ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ കുറേ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ പഞ്ചസാരയുടെ ആ ഒരു ക്യൂബ് പീസസ് അല്ലേ, അതിങ്ങനെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ കൊള്ളുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കുറയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായി ഡിപ്പ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു നെറ്റിയാണ് എൻ്റെ കൂടുതൽ ടാൻ അടിച്ചിരിക്കുന്നത് കേട്ടോ. നെറ്റി നന്നായി ചെയ്യാം. 20 മിനിറ്റ്സ് മതി നമ്മളുടെ ഫേസിലെ ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിനേലും എത്രയോ ബെറ്റർ ആണ്. I don't know how much you can see the difference. ഇപ്പം തന്നെ കണ്ടില്ലേ ഗൈസ്? നോക്കൂ എന്നെ നെറ്റി നോക്കൂ നിങ്ങൾ, നല്ല വ്യത്യാസമല്ലേ? നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂ കണ്ടോ, ഒരു 2 രൂപയുടെ ഒരു ചെറിയ സാമ്പിൾ പാക്ക് മതി, അത്രയും മതി കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ബ്രൂ തന്നെ വേണമെന്നില്ല, കോഫി പൗഡർ ഏതായാലും വളരെ നല്ലതാണ് കോഫി പൗഡർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ടൊമാറ്റോയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പഞ്ചസാരയുടെ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ കണ്ടോ, ലൈക്ക് ദിസ്. എന്നിട്ട് നന്നായി നമ്മുടെ ഫേസിൽ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായി തേക്കാം കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ദിസ്. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഫേസിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വിടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, നല്ല വേദന ഉണ്ടാവും. അങ്ങനത്തെ ഒരു പരുവാകുമ്പോൾ ഉണ്ടോ
ഉണ്ട്. ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ കണ്ട നല്ല വേദനയായിരിക്കും കേട്ടോ. ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വാക്സ് ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിയില്ലേ ഹെയർ റിമൂവലിന്, ആ സംഭവം പോലെ നമുക്ക് പെയിൻ ആയിരിക്കും. ആ സമയമാകുമ്പോൾ നമുക്കിത് നന്നായി തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് ആണെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ടാനൊക്കെ റിമൂവ് ആയി നമ്മുടെ ഫേസ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ലൈറ്റിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പകലാണ് വീഡിയോ ചെയ്യുന്നത്, അത് മാത്രമല്ല ഔട്ട്സൈഡാണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ഫേസ് നിങ്ങൾക്ക് ക്ലിയർ ഒക്കെ ആയിട്ട് എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കഴുകിയിട്ട് നോക്കാം. ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഫേസിലെ ചേഞ്ചസ്? സീരിയസ്ലി ഞാൻ ഒരു ഫിൽറ്റർ ഇട്ടിട്ടില്ല. നമുക്ക് കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ടാനൊക്കെ റിമൂവ് ആയി ഗൈസ്. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല ചേഞ്ചസ് ഉണ്ട് കണ്ടോ. എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയി കണ്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റനായി. സൂപ്പർ. സോ യു ഗൈസ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിതൊരു സെക്കൻഡ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് മുമ്പത്തേനേലും റിസൾട്ട് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ എൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി ബ്രൈറ്റനായി, അതുപോലെ തന്നെ ടാൻ പോയതാ. എൻ്റെ ഈ ഐബ്രോസിൻ്റെ ഇവിടുത്തെയും ചേഞ്ചസ് നല്ല രീതിയിൽ കുറഞ്ഞില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൂപ്പർ ഗൈസ്. സോ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.